എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സാമ്പാറിലും അതുപോലെ തന്നെ ഓലനൊക്കെ വെക്കാൻ പറ്റിയ നമ്മുടെ കുമ്പളങ്ങേനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് മണ്ണിൽ മാത്രമല്ല ചെടിച്ചട്ടിയിലും കുമ്പളങ്ങ നടാനായിട്ട് സാധിക്കും. ഞാനിവിടെ ചെടിച്ചട്ടിയിൽ കുമ്പളങ്ങ നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചാക്കിലും കുമ്പളങ്ങ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുമ്പളങ്ങ ചെടിയുടെ വിശേഷമാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 2 തരത്തിലുള്ള കുമ്പളങ്ങയാണ് എൻ്റെ ഈ ഒരു പച്ചക്കറി തോട്ടത്തിൽ ഉള്ളത്. അധികം പരിചരണമൊന്നും ആവശ്യമായിട്ടുള്ള ഒരു ചെടിയല്ല കുമ്പളങ്ങ ചെടി. നമ്മൾ വെറുതെ നട്ടിട്ടോ കൊടുത്താൽ മതി. ഇടയ്ക്ക് 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുമ്പളങ്ങ ചെടിയുമേ ഇഷ്ടംപോലെ കുമ്പളങ്ങ നമുക്ക് കിട്ടും. ഇനി ചെടിച്ചട്ടിയിലായതുകൊണ്ട് കുമ്പളങ്ങ ഉണ്ടാവാതിരിക്കില്ല, നിറയെ കുമ്പളങ്ങ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു കുമ്പളങ്ങേനെ കണ്ടിട്ട് വരാം. അപ്പോൾ നോക്കിക്കേ, ഇതാണ് കേട്ടോ നമ്മുടെ കുമ്പളച്ചെടി. ഇതിനകത്ത് ഒരു കുമ്പളമുണ്ട് കണ്ടോ, ഇതിനകത്തൊരു കടയുണ്ട്, ഇതിലും ഒരു കടയുണ്ട് കണ്ടോ. അങ്ങനെ 2 കുമ്പളച്ചെടിയാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് പോയിട്ടുണ്ട് മേലോട്ടേക്ക് ഞാൻ വിട്ടേക്കണത് കണ്ടോ. അതിൻ്റെ ഇടയിൽ കുമ്പളങ്ങയുണ്ട്, അതുപോലെ തന്നെ മത്തയുണ്ട്, പോരാത്തതിന് കുറച്ച് പയറും കൂടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു മത്തങ്ങയുണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മത്തങ്ങ ഉണ്ടായി കിടക്കണുണ്ടോ. ഇതാ കിടക്കുന്നതാണ് നമ്മുടെ കുമ്പളം. നരച്ച മുത്തൻ ചന്തയ്ക്ക് പോയി കുമ്പളം കണ്ടോ. നമ്മുടെ കുമ്പളങ്ങ ചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് അടുത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഊന്നിപ്പോൾ ഞാൻ മാറ്റി കഴിഞ്ഞ് തെക്കെ കൂടി താഴെ കിടക്കും. ഈ മത്തങ്ങയ്ക്ക് വെയിറ്റ് വെച്ചേക്കണ കാരണം കണ്ടോ. അയ്യോടാ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി ആയപ്പോൾ കെട്ടി കൊടുക്കാനായിട്ട് വിട്ടുപോയി കണ്ടോ. കെട്ടി കൊടുക്കാത്തത് കൊണ്ട് സംഭവിച്ച കണ്ടോ, അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോയി. ഞാൻ ഇന്നലെയാണ് കണ്ടത്, അല്പം വലുതായിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ കെട്ടാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരമല്ല ഉച്ചയായപ്പോൾ തന്നെ കണ്ടു കേട്ടോ. ഉച്ചയായപ്പോഴേക്ക് ഈ തണ്ട് മൊത്തത്തിൽ ഇങ്ങ് താഴേക്ക് പോന്നു. ഇതിൻ്റെ തണ്ട് കണ്ടോ, വെയിറ്റേപ്പാട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ഞാൻ പിടിച്ച് കെട്ടി കൊടുത്തതാണ്. നമ്മൾ ഇതേപോലെ കുമ്പളങ്ങ ആയാലും മത്തങ്ങ ആയാലും, കാരണം ഇവർക്ക് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ കെട്ടി കൊടുക്കണം. ഞാൻ കെട്ടി കൊടുക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ഇത് കണ്ടോ, അതിൻ്റെ തണ്ട് അവിടെ വെച്ച് ഒടിഞ്ഞു. വേറെ വാട്ടമൊന്നും വന്നിട്ടില്ല ഇലയ്ക്ക്, വേറെ കുഴപ്പമൊന്നുമില്ലയെന്ന് വിചാരിക്കണു. അതിൻ്റെ ആ ഒരു വെള്ളം കണ്ടോ പുറത്തേക്ക് കണ്ടോ, കണ്ടോ പോയി. ആകെ സങ്കടമായേനെ കേട്ടോ. പഴയ മത്തച്ചെടിയിൽ നിന്ന് ഉണ്ടായിരിക്കണ പുതിയ മത്തങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കുമ്പളങ്ങ കിടക്കുന്നത്. ഞാൻ കവറൊക്കെ മാറ്റി ഇട്ടേക്കുന്നതാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതേപോലെ കണ്ടോ, മത്തങ്ങയ്ക്ക് നമ്മൾ കവറിട്ടാണ് കണ്ടോ. അതേപോലെ തന്നെ കുമ്പളങ്ങയ്ക്ക് ഞാൻ കവറിട്ടിരുന്നു. ആ കവർ ഞാൻ കളഞ്ഞതാണ് കണ്ടോ. ഇതാണ് കുമ്പളങ്ങ. ഇതിപ്പോൾ ഈ കോല് സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുമ്പളങ്ങയും ഇതെല്ലാം കൂടി ചിലപ്പോൾ താഴേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടോ, കാണാമോ കൂട്ടുകാർക്ക് കണ്ടോ. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുമ്പളങ്ങ കണ്ടോ. നല്ല മൂത്തിട്ടുണ്ട്. മൂത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇതേപോലെ നരച്ച കളറ് വരുന്നത് കേട്ടോ. ഇനി അവിടെ അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കയറി, അപ്പോൾ ആ വശത്തു നിന്ന് കയറി വന്നേക്കണ കുമ്പളച്ചെടിയാണ് ഇത്. ഇവിടെ ഒരു കുമ്പളങ്ങയും കൂടി ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇത് ചെറിയൊരു കുമ്പളങ്ങയാണ് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലും ഒരു കുമ്പളങ്ങയുണ്ട്. അത് ഇത്രയാണ് വളർന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കുമ്പളങ്ങ ഇതേപോലെ ഞാൻ കവറിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുന്നുണ്ട്, കാരണം വെയിൽ കൂടുതലാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം 2 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോൾ മഴക്കാരും ഉണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. ഇതാണ് കേട്ടോ കുമ്പളത്തിൻ്റെ പൂവ്. ഇത് ഒരു ആൺപൂവാണ്. പെൺപൂവ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിനകത്ത് ഇല്ല കേട്ടോ, പെൺപൂവ്. ഇനിയിപ്പോൾ ഈ വന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അയ്യോ, മഴയും കൂടി പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുമ്പളച്ചെടി. അങ്ങോട്ടേക്കും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുമ്പളവും പയറെല്ലാം കൂടി മിക്സ് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ കുമ്പളങ്ങ ചെടി എങ്ങനെ നിൽക്കുന്നതെന്നും. ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കുമ്പളങ്ങ പറിച്ചില്ല കേട്ടോ. നമുക്ക് ഇനി പോയി അതിനെ പറിച്ചു കൊണ്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് ആ കുമ്പളങ്ങ ചെടിയിൽ കുറച്ച് വിശേഷം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി അതിനെ പറിച്ചു കൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ആ കുമ്പളങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനത് മൂക്കാൻ വേണ്ടി ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിത്ത് നമുക്ക് ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂത്ത് കഴിയുമ്പോഴാണ് അത് ആ കണ്ടില്ലേ അതേപോലെ നരച്ച കളറിൽ വരുന്നത്.
അപ്പോൾ ആ കുമ്പളങ്ങയുടെ വിത്ത് നമ്മൾ ഉണക്കിയെടുത്ത് വെച്ചിട്ട് അത് പാകി പിടിപ്പിച്ചാലും മതിയാകും. അല്ല ഇനി നമ്മൾ കറിക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ കുരു ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടാലും മുളച്ചോളൂ കേട്ടോ. 5 ദിവസത്തിനുള്ളിൽ തന്നെ കുമ്പള വിത്ത് മുളച്ച് വരുന്നതായിരിക്കും. ആദ്യം ഉണ്ടാകുന്നതെല്ലാം തന്നെ ആൺപൂക്കളായിരിക്കും, അതിന് ശേഷമായിരിക്കും കേട്ടോ പെൺപൂക്കൾ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒരു കുമ്പളങ്ങ ചെടി മാത്രമായിട്ട് നിർത്തരുത് കേട്ടോ, ഒരു 2 എണ്ണമെങ്കിലും മിനിമം വേണം. കാരണം കുമ്പളച്ചെടിയിൽ ആദ്യം വരുന്നതെല്ലാം തന്നെ ആൺപൂക്കളായിരിക്കും. ആൺപൂക്കൾ ഉണ്ടായതിന് ശേഷമായിരിക്കും പെൺപൂക്കൾ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ കുമ്പളച്ചെടിയുമ്പോൾ പെൺപൂക്കൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ആൺപൂക്കൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ചില സമയത്ത് പൂവ് കിട്ടാണ്ട് വരും, അപ്പോൾ നമുക്ക് പരാഗണം നടക്കില്ല, അങ്ങനെ നമുക്ക് കുമ്പളങ്ങ കിട്ടാണ്ട് പോകും. അതുകൊണ്ട് 2 ചെടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചെടിയിലെ പൂക്കൾ വെച്ചിട്ട് പരാഗണം ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിറയെ കുമ്പളങ്ങ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് കൂട്ടുകാർ കുമ്പളച്ചെടി നടുമ്പോൾ 2 കുമ്പളച്ചെടി നടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ കുമ്പളച്ചെടി. അപ്പോൾ അത് ഹൈബ്രിഡ് കുമ്പളങ്ങയാണ് കേട്ടോ. ഞാൻ ഹൈബ്രിഡ് കുമ്പളങ്ങ എന്ന് പറയാൻ കാരണം ഇതേപോലത്തെ കുമ്പളങ്ങ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു കുമ്പളങ്ങ കിട്ടി, സാമ്പാർ വെക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അവിയലൊക്കെ വെക്കാൻ നമ്മൾ ഈ കുമ്പളങ്ങ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന ആ പച്ചക്കറിയിൽ നിന്ന് ഇട്ട് മുളപ്പിച്ച ഒരു തൈയിൽ നിന്ന് പിന്നീട് ഞാൻ വിത്തുകൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. മൂക്കാനായിട്ട് ഇട്ട് അതിൽ നിന്ന് വിത്തുകൾ എടുത്ത് വെച്ചിട്ടാണ് തുടർന്ന് അങ്ങോട്ട് കുമ്പളച്ചെടിയുടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ ഇനി വിത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങുമ്പോൾ ആ വിത്ത് നേരെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ വിത്ത് മുളച്ച് വരും കേട്ടോ. ഇനി ഉണക്കം കൂടുതൽ, അതായത് ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയുടെ വിത്താണ് ഇട്ടേക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ മുളയ്ക്കും. അല്ല നമ്മളിനി ഉണക്കി വെച്ചേക്കുന്ന വിത്താണെങ്കിൽ കുറച്ച് ദിവസം കൂടി എടുക്കും കേട്ടോ. ആ വിത്താണെങ്കിൽ, അതായത് ഉണക്കമുള്ള വിത്താണെങ്കിൽ ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമ്മൾ നട്ടു കൊടുത്താൽ മതി കേട്ടോ. ഇന്ന് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വെള്ളത്തിൽ നിന്ന് മാറ്റി പുറത്ത് വെക്കാം. അപ്പോൾ ഒരു പാത്രം കൊണ്ടൊന്ന് അടച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് മൂടി വെക്കുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുള വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ വിത്ത് മുളച്ച് വരും. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും വിത്ത് മുളയ്ക്കും. ഉണക്കം അല്പം കൂടുതലുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം കൂടി എടുക്കും മുളയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കുമ്പളം വിത്ത് മുളച്ച് വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒരു കുമ്പളച്ചെടീനെ കണ്ടിട്ട് വരാം. അപ്പോൾ അത് നമ്മുടെ നെയ്ക്കുമ്പളമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്കാണ് നോക്കുന്നത്. നമ്മുടെ നെയ്ക്കുമ്പളമാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെയ്ക്കുമ്പളത്തിൻ്റെ കട. അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ കുറച്ച് തേങ്ങയുടെ പീരി ഇട്ടേണ്ടതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം തേങ്ങ കുറച്ച് കൂടുതൽ പിഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ തേങ്ങാപ്പീരി കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തണ്ട് കണ്ടോ ഇതിൻ്റെ? ഇതാണ് കേട്ടോ നമ്മുടെ നെയ്ക്കുമ്പളത്തിൻ്റെ തണ്ട്. കളർ നോക്കിക്കേ, പച്ച കളറിലാണ്. മറ്റേ കുമ്പളത്തിൻ്റെ തണ്ടും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വെള്ള കളറിലുള്ള തണ്ടാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ നെയ്ക്കുമ്പളം ഇനി നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് നെയ്ക്കുമ്പളത്തിൻ്റെ കട പോയേക്കുന്നത്. ഇങ്ങോട്ടേക്ക് മേലോട്ടേക്ക് തന്നെ പോയിട്ട് നോക്കിക്കേ കിടക്കണ കണ്ടോ 2 എണ്ണം. ഇതിനു മുമ്പ് ഒരെണ്ണം കൂടി ഉണ്ടായിട്ടോ, അത് ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഇതിന് നമുക്കിന്ന് പറിച്ചെടുക്കാം. 2 എണ്ണം ഉണ്ട്. എല്ലാത്തിനും വള്ളി കെട്ടിയിട്ടേക്കാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങ് താഴേക്ക് ഒരു സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു സപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ചീത്തയായി പോയി ഇതിൻ്റെ. കണ്ടോ, ഈ മടലിൻ്റെ ഇത് ചീത്തയായി പോയിട്ട് ഞാൻ വേറെ ഒന്നും കൂടി കൊടുത്തതാണ്. ഇത് അഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ 2 നെയ്ക്കുമ്പളവും കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാധാരണ കുമ്പളവും കിടക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ നെയ്ക്കുമ്പളവും അതുപോലെ തന്നെ സാധാരണ കുമ്പളവും എങ്ങനെ ഇരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് ഞാൻ ഇട്ട് മുളപ്പിച്ചതൊന്നും അല്ല കേട്ടോ. അപ്പുറത്ത് ആൻറ്റി ഒരു കുമ്പളങ്ങ തന്നിരുന്നു, നെയ്ക്കുമ്പളാണ് തന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ വിത്ത് കിടന്ന് മുളച്ചതാണ് കേട്ടോ. നമ്മൾ മണ്ണ് ഇളക്കിയ സമയത്ത് മുകളിൽ വന്ന് അങ്ങനെ മുളച്ചതാണ്. അപ്പോൾ ആ മുളച്ച് വന്നപ്പോൾ കുമ്പളച്ചെടിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനെ കളഞ്ഞില്ല, അവിടെ തന്നെ നിർത്തി. അപ്പോൾ അതിൻ്റെ തണ്ട് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി, ഇത് നമ്മുടെ കുമ്പളങ്ങ അല്ലല്ലോ, ഇത് വേറെ ഏതോ കുമ്പളങ്ങയാണല്ലോ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുമ്പളങ്ങയുടെ തണ്ട് പച്ച കളറിലാണ് ഇരിക്കുന്നത്, മറ്റേ കുമ്പളങ്ങയുടെ തണ്ട് വെളുത്ത കളറിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടും 2 ഇനത്തിൽപ്പെട്ട കുമ്പളങ്ങയാണ്. അപ്പോൾ നമുക്കിനി പോയി നമ്മുടെ നെയ്ക്കുമ്പളത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കുമ്പളങ്ങേനെയും പറിച്ചിട്ട് വരാം. ഞാൻ കുമ്പളങ്ങ പറിക്കാനായിട്ട് പോയതാണ്. നല്ല മഴ പെയ്ത് ഞാൻ കുമ്പളങ്ങ ജസ്റ്റ് പറിച്ച് കൊണ്ടുവന്നു. മൊബൈൽ സാധനങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. കണ്ടതേ, നോക്കിക്കേ, നല്ല മഴയാണതേ.
കണ്ടോ നല്ല മഴ പെയ്യാണ്. അപ്പം ഞാൻ വേഗം നമ്മുടെ കുമ്പളങ്ങയും പറിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ നമുക്ക് മഴയും കൂടി കിട്ടി. അപ്പോൾ ഇത് ഞാനിവിടെ കുമ്പളങ്ങ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കുമ്പളങ്ങ കണ്ടോ. കുമ്പളങ്ങ കഴുകണമെന്നുണ്ടായി, പക്ഷെ കഴുകാൻ പറ്റിയില്ല. കുമ്പളങ്ങ സാധാരണ ഇങ്ങനെ പറിച്ച് കൊണ്ടുവന്നിട്ട് ഞാനിത് കഴുകി കളയും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കണ്ടോ ഇങ്ങനെ ഒരു മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മുള്ളെല്ലാം കളഞ്ഞ് കഴുകി ഇട്ടാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പറിച്ച് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്ക് കേൾക്കാമോ മഴ പെയ്യണ കാരണം? എനിക്കറിഞ്ഞൂടാ മഴ പെയ്യാനും കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. മഴ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തിരുന്നാൽ മതിയാവും, ഫ്രിഡ്ജിൽ വെക്കേണ്ട. അല്ല ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചോണം, അല്ലെങ്കിൽ ഇത് പുറത്തിരുന്ന് ചീഞ്ഞ് പോകും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വളരെ ചുരുക്കമായിരിക്കും ഫ്രിഡ്ജില്ലാത്തവരും. ഞങ്ങൾക്ക് പണ്ട് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ പച്ചക്കറിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈച്ചയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു പേപ്പർ കൊണ്ടൊന്ന് പൊതിഞ്ഞ് വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളങ്ങ. ഇനി നമുക്ക് അടുത്തൊരു കുമ്പളങ്ങയും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നെയ്ക്കുമ്പളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ മുള്ള് ശരിക്കും പറഞ്ഞാൽ കൈമ തറച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ക്കുമ്പളം കണ്ടോ, കുഞ്ഞു കുമ്പളം. ഇത് അമ്മക്കുമ്പളം, ഇത് നെയ്ക്കുമ്പളം. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ. അങ്ങനെ നമുക്ക് 3 കുമ്പളങ്ങയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ഒരു നെയ്ക്കുമ്പളം നമ്മൾ പറിച്ചിരുന്നു. ഒരെണ്ണം ചീത്തയായി പോട്ടെ, എന്തോ പ്രാണി വന്ന് കൊത്തി അത് പോയി. കവറിട്ട് വെച്ചിരുന്നതാണ് എങ്കിൽ കൂടിയും അതിനകത്ത് ഉറുമ്പ് വന്നു. ഇവിടെ നീറിൻ്റെ ശല്യത്തിരി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നീറ് ഇത്തിരി ബിവേറിയ കടുപ്പം കൂട്ടി അടിച്ചപ്പോഴാണ് പോയത്. സാധാരണ 5 ml 1 ലിറ്റർ അടിച്ചിട്ട് പോയില്ല. കുറച്ചുകൂടി ഒന്ന് കടുപ്പം കൂട്ടി കൊടുത്തപ്പോൾ ഉറുമ്പ് പോയിട്ടോ. ഉറുമ്പല്ല നീറ് പോയിട്ടോ. അപ്പം നീറ് വന്ന് അതിനകത്ത് ഇങ്ങനെ എപ്പോഴെപ്പോഴും വന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ഒരു നെയ്ക്കുമ്പളം പോയി. അപ്പോൾ ബാക്കിയുള്ള 2 നെയ്ക്കുമ്പളം ഉണ്ട്. ഓരോ നമ്മൾ കറി വെച്ചതേ കണ്ട. ഇപ്പം തന്നെ ഇത് 3 എണ്ണം ഉണ്ട്. നമുക്കിത് ധാരാളമാണ്. നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കുമ്പളങ്ങ കിട്ടുന്നതെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുമ്പളങ്ങ ചെടി. കുമ്പളങ്ങ ചെടിക്ക് നമ്മൾ അധികം അങ്ങനെ മരുന്ന് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് കീടബാധയൊന്നും അങ്ങനെ വരാറില്ല. പൂവുണ്ടായി കഴിയുമ്പോൾ പെൺപൂവിന് ഒന്ന് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ആ ഒരു കായേം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കായ്ച്ചൊന്നും വന്ന് കുത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ആ പെൺപൂവിനെ ചീത്തയാക്കി കളയും. വിരിഞ്ഞ് പരാഗണം ചെയ്താൽ പോലും നമുക്ക് ആ ഒരു കായ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് കൈമ ഇത് കുത്തിക്കൊള്ളണം. നല്ല മുള്ളു പോലെയാണ് അത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ കീടനാശിനി ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. 2 ആഴ്ച കൂടുമ്പോൾ കീടനാശിനി വേണമെങ്കിൽ അടിക്കാം, നിർബന്ധമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി. ചിലപ്പോൾ ഈ ഇലയുടെ അടിയിൽ ചെറിയ പ്രാണികൾ വരാറുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു പ്രാണികൾ വരാറുണ്ട്. ആ പ്രാണി വരുന്നുണ്ടെങ്കിൽ ബിവേറിയ ഒന്ന് അടിയിലൊന്ന് ഇലയുടെ അടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ കയ്യിൽ ഏത് വളമായാലും കുഴപ്പമില്ല. ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ അല്ലെങ്കിൽ സ്റ്റെറാമീലോ എന്തായാലും കുഴപ്പമില്ല. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. ചെടിച്ചട്ടി ആയതുകൊണ്ട് ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുക്കരുത്, കുറച്ചേച്ച് ഇട്ട് കൊടുക്കുക. 2 ആഴ്ച കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ കുമ്പളച്ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് സ്റ്റെറാമീലാണ് കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ സ്റ്റെറാമീൽ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പഴയ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയും. നല്ല ചീത്തയായപ്പോൾ മഞ്ഞ നിറത്തിലൊക്കെ ഇലകൾ വരാറുണ്ടല്ലോ, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാറാണ് പതിവ്. പിന്നെ പ്രത്യേകിച്ച് പരിപാലനം ഒന്നും തന്നെ അതിന് കൊടുക്കാറില്ല. 2 നേരം വെള്ളം ഒഴിക്കും. ഞാൻ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ചെടിച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു 10 ഇപ്പോൾ രാവിലെ തന്നെ നനച്ച് ഒരു 10:30 11 11:30 ആകുമ്പോഴേക്കും ചെടി വാടി തുടങ്ങും. കാരണം അത് വള്ളി പടർന്നാണല്ലോ പോണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടിച്ചട്ടിയിലെ വെള്ളം വറ്റുകയും അതിങ്ങനെ തളർന്ന പോലെ ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു 3:30 4 മണി ആകുമ്പോൾ നനച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 2 നേരം നനയ്ക്കണം. 2 ആഴ്ച കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കീടനാശിനി ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കുമ്പളങ്ങ ഉണ്ടാവും. ഇനി നിലത്തേക്കൂടെ ഇപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ, ഞാൻ വള്ളി കെട്ടിയാണ് പടർത്തിയിരിക്കുന്നത്. താഴേക്കൂടെ പടർത്താൻ ടെറസാണ്. ടെറസിൽ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കുമ്പളങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂട് കൂടിയിട്ട് കുമ്പളങ്ങ ചീത്തയായി പോവും. അതുകൊണ്ട് നമ്മൾ ഓലയെല്ലാം ഇട്ടിട്ട്
കുമ്പളങ്ങ അതുമ്മക്കൂടെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഓല ഇടുന്നത് വാർക്കയ്ക്ക് കേടാണ്, നനവ് നിൽക്കുമല്ലോ. അതുകൊണ്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നനവ് നിന്നാൽ അത് വാർക്കയ്ക്ക് കേടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വള്ളി കെട്ടി പടർത്തുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുപോലെ തന്നെ കുമ്പളങ്ങ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറിട്ട് കൊടുക്കാനും വെയിറ്റ് ആവുമ്പോൾ തന്നെ പെട്ടെന്ന് വെയിറ്റ് ആവാനായിട്ട് നിൽക്കണ്ട. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കുമ്പളങ്ങയുടെ തണ്ടുമ്മ പിടിച്ച് വേറൊരു തണ്ടിൽ കൊടുത്തൊന്ന് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ കുമ്പളങ്ങയ്ക്ക് വെയിറ്റ് ആവുമ്പോൾ മൊത്തത്തിൽ വള്ളി ഉൾപ്പെടെ താഴേക്ക് വരും, നമ്മുടെ കുമ്പളച്ചെടി നശിച്ചു പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുമ്പളച്ചെടിയുടെ വിശേഷം. ഇന്നത്തെ കുമ്പളച്ചെടിയുടെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.